ഒരിക്കലും നമ്മൾ വർത്തമാനകാലത്തെ ഭൂതകാലത്തിന്റെ വേദനകൾ പറഞ്ഞ് നശിപ്പിക്കരുത്. നിങ്ങൾ എത്രമാത്രം നാവിനെ അടക്കുന്നുവോ അത്രമാത്രം നിങ്ങളൊരു പ്രശ്നമാവില്ല. വേണ്ടത് മാത്രം പറഞ്ഞ് അവനവന്റെ കാര്യം ചെയ്ത് പോയി കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളെ അവോയ്ഡ് ചെയ്യുക, നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും അവര്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ദുഃഖിക്കുന്നത്, ശോകിക്കുന്നത്? പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെ ഞാൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ ദുഃഖിക്കാൻ വഴിയില്ല. എന്താ പ്രപഞ്ചത്തിന്റെ നിയമം? എല്ലാം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുക, മാറുക എന്നുള്ളത് പ്രപഞ്ച നിയമമാണ്. ജീവിതം എന്ന് പറയുന്നത് ഈ ശരീരത്തെ ഇപ്പോ ജീവനോടുകൂടി നിലനിർത്തുന്ന ആ ഈശ്വര ശക്തിയുണ്ടല്ലോ, നിരാമയൻ, അവ്യൻ, അജൻ, ജനനമരണമില്ലാത്തൊരു ശക്തി ഇതിൻ്റെ അകത്തുണ്ടെന്നും അതിലേക്ക് മനസ്സുയരും തോറും നമുക്ക് മനസ്സിലാവും നമ്മൾ വേണ്ടാത്തത് ചിന്തിക്കുകയല്ല വേണ്ടത്. ഇപ്പോ കൂടെയുള്ളവനെ കുറിച്ച് ചിന്തിച്ച് ഇപ്പോഴത്തെ ജീവിതാനുഭവം ഈശ്വര നിശ്ചയമാണെന്ന് കണ്ട് അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് പരമാനന്ദത്തോടുകൂടി ജീവിതം നയിക്കലാണ്. ഏത് തരത്തിലുള്ള ചിന്തയാണോ കടന്നു പോകുന്നത് ആ ചിന്തയ്ക്കനുസരിച്ചായിരിക്കും മനസ്സ്. അപ്പൊ ശോകമുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചാൽ മനസ്സ് ക്രമേണ ശോകത്തിലേക്ക് വീഴും. ദൈവീകമായ ചിന്തകളാണ് വെക്കുന്നതെങ്കിൽ മനസ്സ് ദൈവീകതയിലേക്ക് വരും. അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുമെന്നറിയോ? നിങ്ങൾ ഒന്ന് അഭ്യസിച്ചു നോക്കൂ. ഇത് കുറേ നേരം ഒരു വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നാമം ജപിക്കാൻ പഠിക്കുക, മനസ്സുകൊണ്ട് നാമം ജപിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കുറെ കഴിഞ്ഞാൽ നാമസിദ്ധി വരും. നിങ്ങൾക്ക് നാമസിദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ ഇരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് മനസ്സുകൊണ്ട് നാമം ജപിക്കാൻ പറ്റും. അന്ന് സംഭവിച്ചതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് അതിനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് മനസ്സിനെ നാമത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ സിദ്ധി നമുക്ക് കൈവരിക്കാൻ സാധിച്ചാൽ ദുരന്തങ്ങളെപ്പോലും നമുക്ക് തടഞ്ഞു നിർത്തി അതിൽ നിന്നും മനസ്സിനെ നാമത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരു വലിയൊരു ടെക്നിക്കാണത്. ഇതുപോലെ പേടിച്ച കുട്ടിയെ അമ്മ പുറത്തടിച്ച് ആ ചിന്തയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നത് പോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ നാമസ്മരണയാകുന്ന ഒരടി കൊണ്ട് അതിൻ്റെ ചിന്തയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മളോട് ഒരു ഭാഗത്തിരുന്ന് നാമം ജപിക്കാൻ ഭാഗവതം അവസാനം ഇതല്ലേ ഓർമ്മിപ്പിക്കുന്നത്? നമ്മൾ അത്ര നാമസ്മരണത്തിലേക്ക് വന്നാൽ ഏത് ദുഃഖങ്ങളെയും നമുക്ക് ശമനം ചെയ്യാൻ സാധിക്കും. തം നമാമി ഹരിം പരം. അങ്ങനെയുള്ള ദുഃഖം ശമിച്ച മനസ്സുകൊണ്ട് ഹരിയെ എളുപ്പം നമിക്കാൻ പ്രാപിക്കാൻ സാധിക്കും. ഇത് നമ്മൾ അഭ്യസിച്ചെടുക്കണം. ദേവി അല്ലാതെ മനസ്സ് ചിന്തിക്കണേ. മനസ്സെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും മനസ്സ് നല്ലതാണ്. ഓരോ മനസ്സും ചീത്തയാകുന്നത് അവരാ മനസ്സിൽ ഏത് തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവരണു എന്നുള്ളതാണ്. അപ്പൊ ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കും. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലും സൗരഭ്യമുണ്ടാവും എന്ന് പറയുന്നത് പോലെ ചീത്തകൾ ചിന്തിക്കുന്ന മനസ്സിൽ ചീത്തകൾ വേഗം സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ട് മനസ്സിനെ ഒരു സ്ഫടികമാക്കി വെക്കണം നമ്മൾ. ചീത്ത ചിന്തകൾ വന്നാൽ അപ്പൊ തന്നെ അതിനെ നിലത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തുടച്ചു മാറ്റുന്നത് പോലെ ആ ചിന്തകളെ അവിടുന്ന് തുടയ്ക്കാൻ പറ്റണം. നിലത്ത് വെള്ളം വീണാൽ തുണി കൊണ്ട് തുടയ്ക്കാൻ പറ്റും. പക്ഷെ മനസ്സിനെ എങ്ങനെ തുടയ്ക്കാൻ പറ്റും? നാമസ്മരണമാകുന്ന ചിന്ത കൊണ്ട് വേണ്ടാത്ത ചിന്തകളെ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ദേവി ഇങ്ങനെ നമുക്ക് മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഭർത്താവ് മരിച്ച ദുഃഖത്തിലല്ല ദേവി ഇരിക്കേണ്ടത്. ഈശ്വരീയമായ വിചാരങ്ങൾ കൊണ്ടുവരുമെന്ന് കേട്ടപ്പോ ദേവിക്ക് മനസ്സിലായി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, ഗുരുവാണ്. ഭർത്താവിനെ കൊന്ന രാമനെ പിന്നെ കാണുന്നത് ഗുരുവായി കണ്ടുകൊണ്ട് പാദത്തിൽ വീണ് നമസ്കരിക്കുന്ന താരയെ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, വേദനിപ്പിച്ചു പോയവരല്ല, ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുപോയവരാണ്. ഇന്ന് ലോകത്തിൽ നമുക്ക് അങ്ങനെയുള്ളവരാ നഷ്ടപ്പെടുന്നത്. കൊല്ലാൻ ആളെ കിട്ടും, നേരെയാക്കാൻ ആളെ കിട്ടില്ല എന്ന് പറയുകയാണ്. ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങളും പലതും ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷെ വേദനിക്കുന്നൊരു മനസ്സിനെ ഉയർത്താൻ ഇന്ന് ആളുകളില്ല. അപ്പൊ നമ്മളൊക്കെ അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാലല്ലോ നാളെ നമ്മുടെ കുട്ടികൾക്കൊരു വിഷമം വന്നാൽ നമുക്കും അവരെ പിടിച്ചുയർത്താൻ സാധിക്കും. ആദ്യം നമ്മൾ ഉയരണം. പ്രായം കൂടുന്തോറും നമ്മൾ വിഷമങ്ങളിൽ നിന്നൊക്കെ ഉയരുന്നവരായിത്തീരണം. തീരെ വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാത്തവരായിത്തീരണം. അപ്പൊ കുട്ടികൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ ആദരവ് വരണം. എന്തുകൊണ്ട്? എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരുവിധം പ്രശ്നങ്ങളൊന്നും അവരെ
ബാധിക്കുന്നില്ല. ഒരു പരമാനന്ദ സംതൃപ്തരായി, പരാതികളില്ലാത്തവരായി, ധന്യരായി കഴിഞ്ഞുകൂടുന്നു. ഇതിൽ പരം ഭാഗ്യം എന്ത് വേണം? ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മയും കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യമാണ് എന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാലല്ലോ നമ്മൾ സുഹൃതികളായി, ജന്മജന്മാന്തരം പുണ്യം ചെയ്തവരായി. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ രാമായണം കേൾക്കൂ. 3 ചെറുപ്പക്കാര് കാട്ടില് ഒന്ന് വേട്ടയാടാൻ വേണ്ടി പോയി. പെട്ടെന്നൊരു പുലി ഓടി വന്നു, ചാടി വന്നു വിടുന്നു. അതിലൊരുത്തൻ അപ്പൊ തന്നെ പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പാ ജീവിതം പോയല്ലോ എന്ന് കണ്ണടച്ച് ധ്യാനിക്കുക, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. മറ്റവൻ ഗുരുവായൂരപ്പാ അങ്ങനെ രക്ഷിക്കണേ എന്നുകൊണ്ട് അവൻ ഓടാൻ തുടങ്ങി. മറ്റാള് പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല. അയാൾ വേഗം ഒരു മരത്തിന്റെ മുകളിൽ കയറി. അപ്പൊ ഒന്നാമത്തവൻ ധ്യാനിച്ചവനെ പുലി പിടിച്ചു. കാരണം പുലി ഇങ്ങനെ ചാൻസ് കാത്തിരിക്കുകയാണ്. ഒരു ഗുരുവായൂരപ്പനും വന്നില്ല അയാളെ രക്ഷിക്കാൻ. മറ്റവൻ പേടിച്ച് പേടിച്ച് ഓടി ഓടി ഒരു കുഴിയിൽ വീണ് കാലു ഒടിഞ്ഞു. 3ാമത്തവൻ മരത്തിന്റെ മുകളിൽ കയറി. അപ്പൊ ഒരു സന്യാസി വരൻ വന്നിട്ട് ചോദിച്ചു, എന്താ ഇങ്ങനെ കണ്ടായതെന്ന്. അപ്പം പറഞ്ഞു, ഒരുത്തൻ ഗുരുവായൂരപ്പാന്ന് വിളിച്ച് അവിടെ ധ്യാനിച്ചിരുന്നു, അവനെ പുലി പിടിച്ചു. 2ാമത്തവൻ ഗുരുവായൂരപ്പാന്ന് പറഞ്ഞു ഓടി, അവനെയും അവസാനം അവനും കയ്യും കാലൊക്കെ ഒടിഞ്ഞു. ഞാൻ ഗുരുവായൂരപ്പാന്നൊന്നും വിളിച്ചില്ല, കാരണം ഗുരുവായൂരപ്പൻ ഒരു മരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരൻ എനിക്ക് ബുദ്ധിയും തന്നിട്ടുണ്ട്. ഇനി ഞാൻ മരത്തിനെയും ബുദ്ധിയെയും പ്രയോജനപ്പെടുത്തിയാൽ മതി. എനിക്ക് മനസ്സിലായി, ഗുരുവായൂരപ്പൻ ഇപ്പോ ഈ മരം കാണിച്ചു തന്നത് പുലിയിൽ നിന്നും രക്ഷപ്പെടാൻ വേഗം അതിന്റെ മുകളിലേക്ക് ചാടി കയറാൻ വേണ്ടിയിട്ടാണെന്ന്. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് എന്തിനാ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത്? അദ്ദേഹം തന്ന സാധനം പ്രയോജനപ്പെടുത്തി ജീവിക്കല്ലേ വേണ്ടത് എന്ന്. ഇതുപോലെ നമുക്ക് ഗുരുവായൂരപ്പൻ ബുദ്ധിയും തന്നിട്ടുണ്ട്, നല്ല ജീവിക്കാനുള്ള സാഹചര്യം തന്നിട്ടുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തി ജീവിക്കാതെ നോക്കൂ, നിങ്ങൾ ഭാഗവതവും രാമായണമൊക്കെ വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളൊന്നും അന്ധമായൊരു പ്രാർത്ഥനയിലേക്ക് പോവില്ല. നല്ലൊരു പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈ നിമിഷം ഭഗവാനെ എനിക്ക് നല്ലത് ചിന്തിക്കാൻ ബുദ്ധി തരണമേ, എന്റെ വിഷമങ്ങളും ദുഃഖങ്ങളൊന്നും ഒരാളോടും പറഞ്ഞ് അവരുടെ സമയം എനിക്ക് മോശമാക്കാൻ തോന്നരുതേ, എന്നെ ഒരാൾ അവോയ്ഡ് ചെയ്യരുതേ, അതിന് ഞാൻ നല്ല രീതിയിൽ മാത്രമേ പെരുമാറാവൂ. ഇതൊക്കെ നമുക്ക് വളരെ നമ്മൾ ശ്രദ്ധാപൂർവം ജീവിച്ചാൽ നിങ്ങൾ ഭഗവാനെ കൂടെ കൊണ്ടു നടന്ന് ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കൂ. ഇതാണ് ലോകം. ഓൾഡ് ഏജ് ഹോമുകൾ കൂടുന്നതിന് കാരണം നമ്മുടെ പെരുമാറ്റം ശരിയാവാത്തത് കൊണ്ടാണ്. പ്രായം കൂടുന്തോറും ഞാൻ എൻ്റെ പെരുമാറ്റം ശരിയാക്കിയെടുക്കണം. അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഇപ്രകാരം പറഞ്ഞ് ആ താരയെ ശ്രീരാമസ്വാമി ഉയർത്തി. എത്ര മനോഹരം! ഇതൊക്കെ നോക്കൂ, രാമായണത്തിൽ എഴുതി വെച്ചതൊക്കെ എത്ര ഭംഗിയാണ്. ഇങ്ങനെയൊരു സംസ്കാരം നമുക്കുണ്ടല്ലോ. ഈ സംസ്കാരങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാവും? മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഭാര്യയെ ദുഃഖത്തിൽ നിന്നും ഉയർത്തുന്ന മഹാത്മാക്കളായ മഹാപുരുഷന്മാര് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ലോ പറയാ. മരിച്ചു കിടക്കുന്ന ആളുടെ മുന്നിൽ വെച്ചിട്ട് കഷ്ടം, നിന്റെ ആള് പോയല്ലോ എന്ന് പറഞ്ഞ് ആ കരച്ചിൽ ഒന്നുകൂടി കൂട്ടിയിട്ട് അങ്ങനെ പറയുന്ന ആളുകളാണ്. എത്ര നല്ല മനുഷ്യനായിരുന്നു. ആൾക്കാരെ നമ്മൾ ദുഃഖം ബോധിപ്പിച്ചിട്ടോ അവരിൽ നിന്ന് എന്തെങ്കിലും ആശ്വാസവാക്കുകൾ കേട്ടിട്ടോ സമാധാനം കണ്ടെത്തല്ല വേണ്ടത്. നമുക്ക് തന്നെ നമ്മളെ സമാധാനിപ്പിക്കാൻ സാധിക്കണം. ഇപ്രകാരം പറഞ്ഞ് ആ താരയെ ഉണർത്തിയതിന് ശേഷം ഇനി പറയണോ, ദേവി വിഷമിക്കേണ്ട, അംഗദനെ സുഗ്രീവൻ നോക്കിക്കൊള്ളുന്നു. ദേവിക്കും വളരെ സന്തോഷമായി. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, എല്ലാ ആചാരങ്ങളെ കൊണ്ടും ആദരവോടെ ബഹുമാനത്തോടെ സുഗ്രീവനെ കിഷ്കിന്ധ രാജ്യത്തിന്റെ രാജാവായിട്ട് വാഴിക്കുന്നു. ശ്രീരാമസ്വാമി പറഞ്ഞ പ്രകാരം ഹനുമാൻ സ്വാമി ലക്ഷ്മണനും കൂടി ചേർന്ന് പല തീർത്ഥങ്ങളിൽ ചെന്ന് തീർത്ഥജലങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ രാജ്യത്തിന്റെ അധിപനായിട്ട്, കിഷ്കിന്ധ രാജ്യത്തിന്റെ അധിപനായിട്ട് സുഗ്രീവനെ വാഴ്ത്തി. ശ്രീരാമസ്വാമി പറഞ്ഞു, സുഗ്രീവ, അംഗദനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെ യുവരാജാവായി വാഴിച്ചാലൊന്ന്. അങ്ങനെ അംഗദനെ യുവരാജാവായി വാഴിച്ചു. സുഗ്രീവൻ ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ വന്ന് വീണ്, പ്രഭു, അവിടുത്തെ ഒരു കാരുണ്യമാണ്, അനുഗ്രഹമാണ് ഈ ഉള്ളവൻ ഇതെല്ലാം കൈവരിക്കാൻ സാധിച്ചത്. ഇന്ന് അടിയന്റെ ആതിഥ്യം സ്വീകരിച്ച് അടിയനെ അനുഗ്രഹിക്കണമേ എന്നെല്ലാം പറഞ്ഞ് ശ്രീരാമസ്വാമിയെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ ഒരു രാജ്യത്തിലേക്കും അവരുടെ ആതിഥ്യം സ്വീകരിക്കില്ല, ഞാൻ കാട്ടിൽ തന്നെ കടന്നുകൊള്ളാം. എന്ന് മാത്രമല്ല, നീ കുറെ കാലത്തിന് ശേഷം ഭാര്യ കുറെ കാലം വിട്ടു പിരിഞ്ഞിരിക്കല്ലേ, എന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും അനുഭവങ്ങളും ഭാര്യയോടൊക്കെ പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഇന്നത്തെ ജീവിതം സുഖമായിട്ട് കൊണ്ടു നടക്കൂ.
അപ്പോഴേക്കും മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. ശ്രീരാമസ്വാമി പറഞ്ഞു, ഇനിയിപ്പോ മഴക്കാലത്ത് സീതാന്വേഷണം നടത്തിയിട്ട് കാര്യമില്ല. കുറച്ചു കാലം നീയും കുറെ കാലം വിരഹവേദന അനുഭവിച്ചതല്ലേ, ആ വേദനകളൊക്കെ മാറ്റി ചാതുർമാസ കാലത്തിന് ശേഷം സീതാന്വേഷണം തുടങ്ങാം. ഇപ്പൊ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം വരെ നമുക്ക് നിർത്തിവെക്കാം. ഇനി കാർത്തിക മാസത്തിൽ ആ രാവണനെ കൊല്ലാം നമുക്ക് എന്ന് നിശ്ചയിച്ച് അവിടെ തന്നെ അടുത്തുള്ള പ്രസ്രവണം എന്ന് പറയുന്ന സ്ഥലത്ത്, ഗുഹകളുള്ള സ്ഥലത്തേക്ക് ശ്രീരാമസ്വാമി ലക്ഷ്മണ സമേതനായി പോയി. ഇവിടെ സുഗ്രീവൻ കിഷ്കിന്ധ രാജ്യത്തിന്റെ രാജാവായി. കള്ളുകുടിച്ചും എല്ലാവിധത്തിലുള്ള കാമങ്ങൾ അനുഭവിച്ചും അയാൾ അങ്ങനെ ഉന്മത്തനായി ജീവിതം നടത്തി. ദിവസങ്ങൾ പോയതേ അറിഞ്ഞില്ല. കാട്ടിലാണെങ്കിലോ മഴ പെയ്യുന്നതും അതൊക്കെ കണ്ട് ശ്രീരാമസ്വാമിക്ക് ഇടയ്ക്കിടയ്ക്ക് ദുഃഖം വരും. ശ്രീരാമസ്വാമി ഇടയ്ക്കിടയ്ക്ക് മഴ കാണുന്ന സമയത്ത് പറയും, സീത എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പൊ സീത പാവം ലങ്കയിൽ ജീവിച്ചിരിക്കുന്നുണ്ടാവോ, ലങ്കയിൽ രാവണൻ വെച്ച് പൊറപ്പിച്ചിട്ടുണ്ടാവോ, ആ സീത എന്നെ കാത്തിരിക്കുന്നുണ്ടാവോ, ആർക്കറിയാം സീത ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഹാ സീതേ ഹാ സീതേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. വീണ്ടും ലക്ഷ്മണൻ പറയും, ജ്യേഷ്ഠ ഈ ശോകം ശരിയല്ല ജ്യേഷ്ഠന്, തേജസ്സും ശക്തിയും ചോർത്തുന്നതാണിത്. ധർമ്മം അറിയുന്ന ജ്യേഷ്ഠൻ ഇങ്ങനെ കരയേ, എന്നെ കൂടി ധൈര്യം തന്നതല്ലേ ജ്യേഷ്ഠൻ. അങ്ങനെയുള്ള ജ്യേഷ്ഠൻ എങ്ങനെ കരയാൻ സാധിക്കുന്നത്? രാവണന്റെ അന്ത്യമെടുത്തു, അതുകൊണ്ടാണ് ജ്യേഷ്ഠൻ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ജ്യേഷ്ഠ സധൈര്യം ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ വീണ്ടും വീണ്ടും ധൈര്യം കൊടുക്കും ശ്രീരാമസ്വാമിക്ക്. എന്നാലും ഈ കാക്കകളുടെ ശബ്ദവും കുയിലുകളുടെ ശബ്ദവും കുളക്കോഴികളുടെ ശബ്ദവും ഒക്കെ അദ്ദേഹത്തിന് കാണുമ്പോണ്ടല്ലോ സീതയായിട്ട് ഇങ്ങനെ തോന്നും, സീത വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നതൊക്കെ സീതയ്ക്കും കാണായിരുന്നല്ലോ, സീതയ്ക്കും കാണായിരുന്നല്ലോ എന്നുള്ളൊരു മോഹം. അങ്ങനെ ചാതുർമാസം കഴിയാറായപ്പോ ലക്ഷ്മണനെ ശ്രീരാമസ്വാമി വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മണ ചാതുർമാസം കഴിയാറായി, എന്താ സുഗ്രീവൻ സീതാന്വേഷണത്തിന് വേണ്ടി യാതൊന്നും ചെയ്യാത്തതുപോലെ, ഒരു തരത്തിലുള്ള പരിശ്രമവും ചെയ്യാത്തതുപോലെ? ചിലവരങ്ങനെയായിരിക്കാം, അവനവന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യുപകാരം മറക്കുന്നവരുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു അവൻ കാമാന്തനായി മദ്യവും കഴിച്ചുകൊണ്ട് ലഹരിയാൽ ഉന്മത്തനായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന്. ഒന്ന് അന്വേഷണം നടത്തിയ നല്ലതാണ്. ലക്ഷ്മണൻ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് സുഗ്രീവനെ കാണാൻ വേണ്ടി പോകുന്നു. ഇത് പറഞ്ഞതും ലക്ഷ്മണന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് ചുവന്നു. പറഞ്ഞു, ഇപ്പൊ ശരിയാക്കാലോ അവനെ എന്ന്. ഉടനെ പറയാണ്, നന്മ കൊണ്ട് തിന്മയെ കീഴടക്കണമെന്ന്. നീ സുഗ്രീവനോട് ഇങ്ങനെ ക്രോധം കാണിക്കരുത്, കോപം കാണിക്കരുത്. ശ്രീരാമസ്വാമി അപ്പോഴാ ലക്ഷ്മണനെ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിക്കേണ്ടതെന്ന് പറയാണ്. ഒരു കാര്യം പറയുമ്പോണ്ടല്ലോ ക്രോധം കൊണ്ടല്ല പറയേണ്ടത്, ആദ്യം യാചിച്ചുകൊണ്ട് പറയണം. എന്നിട്ട് സമ്മതമില്ലെങ്കിൽ പിന്നെ കോപം അഭിനയിക്കണം, എന്നിട്ടേ കോപം കാണിക്കാവൂ. തുടക്കത്തിലേ കോപം കാണിക്കരുത് എന്നാണ്. ചില ആളുകളുണ്ടല്ലോ ആദ്യ കോപം കാണിച്ചിട്ട് വർത്തമാനം പറയുന്നവരുണ്ട്, ദേഷ്യപ്പെട്ടിട്ട് വർത്തമാനം പറയുന്നുണ്ട്. അതൊന്നും എടുത്തു വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു വിനയത്തില് ഭവ്യതയിൽ ചോദിക്കാൻ പഠിക്കുക. എന്നിട്ട് പറഞ്ഞു, സുഗ്രീവനോട് ഇത്രയും പറഞ്ഞാൽ മതി. എന്താണ്? 7 സ്വാലവൃക്ഷങ്ങളെ മുറിച്ച് ആവനാഴിയിൽ തിരിച്ചെത്തിയ അമ്പ്, ബാലിയെ വധിച്ച് ആവനാഴിയിൽ തിരിച്ചെത്തിയ അമ്പ് ഇപ്പോഴും ആവനാഴിയിൽ തന്നെ കിടക്കുന്നുണ്ട് എന്ന് രാമൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, പിന്നെ എല്ലാം നടന്നോളും. നമുക്ക് എത്ര ഒരൊറ്റ കാര്യം പറയേണ്ടതുള്ളൂ. കാരണം ആ അമ്പിന്റെ ശക്തി സുഗ്രീവൻ നേരിട്ട് കണ്ടതാണേ. അപ്പൊ അതുകൊണ്ട് അത് മനസ്സ് കിടക്കുന്നുണ്ടാവും. ഇത്രയും പറഞ്ഞാൽ എല്ലാ അന്വേഷണവും ശരിയായിക്കോളും. അവിടെ നിന്നും ലക്ഷ്മണൻ പോവുകയാണ്. പോകുന്ന സമയത്തേ കോപം വന്നു. എളുപ്പമൊന്നും അല്ലത് നിയന്ത്രിക്കലേ. അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ടൊന്നും ഒരാൾ നേരെയാവാൻ പോകുന്നില്ല. ആ കിഷ്കിന്ധയിലേക്ക് കടക്കുമ്പോഴേക്ക് തന്നെ ഞാണക്കൊന്ന് വലിച്ച് ശബ്ദമുണ്ടാക്കി വരുന്നുണ്ട് എന്നറിയിക്കാൻ. വാനരന്മാരിത് കണ്ടതും അങ്കദനോട് വന്നിട്ട് പറഞ്ഞു, അപകടം വരുന്നുണ്ട് തോന്നണമെന്നും. എന്തോ ഒരു താളം തെറ്റിയിട്ടുണ്ട്. ലക്ഷ്മണൻ കോപിഷ്ഠനായിട്ടാ വരുന്നത്, ആ മുഖം കണ്ടാൽ അറിയാം. അപ്പോഴാണ് അങ്കദൻ പറയുന്നത്, എന്റെ പിതൃതുല്യനായ സുഗ്രീവൻ കള്ളും കുടിച്ച് രമിച്ച് അങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെ അദ്ദേഹത്തിനോട് ഇത് പറയാന്നറിയില്ല. എന്തായാലും ഹനുമാൻ സ്വാമിയോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ലക്ഷ്മണസ്വാമി വരുന്നുണ്ട്, മനസ്സിൽ കോപമുണ്ട് തോന്നുന്നു, നമ്മളെയൊക്കെ ചുട്ടുകരിക്കാനുള്ള കോപവുമായിട്ടാണ് വരുന്നത്, എല്ലാം നശിപ്പിക്കും, അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യണമെന്ന്. ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി ഇത്
വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യില്ലെങ്കിൽ അപകട. നീ ഇങ്ങനെ മദ്യവും കഴിച്ച് രമിച്ചുകൊണ്ടിരുന്നാൽ ഇതിന്റെ നാശം നമ്മൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് മിത്രത്തെ വേദനിപ്പിക്കരുത്. ഇത് പറഞ്ഞതുകൊണ്ടല്ലോ ഞാണ് വലിച്ചിട്ട് ആള് വരുന്നത് എന്ന് പറഞ്ഞതും സുഗ്രീവന്റെ ചുണ്ട് വരളാൻ തുടങ്ങി. പിന്നെ മദ്യവും വേണ്ട, ഒന്നും വേണ്ട. കണ്ണൊക്കെ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് കലങ്ങിയിട്ടുണ്ട്. ഈ കോലത്തിൽ അവിടെ ചെന്നാലേ കേമായി. അപ്പൊ എന്താ ചെയ്യാ? താരയെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ താരയെ പറഞ്ഞയക്കാൻ ഏർപ്പാട് ചെയ്യാൻ താരയോട് പറഞ്ഞു, ഡ്രസ്സൊക്കെ നന്നായി എടുത്തോളൂ. ലക്ഷ്മണസ്വാമി വരുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചോളൂ എന്ന്. പിന്നെ ബാക്കിയുള്ള കാര്യം താര ഏറ്റു. അങ്കദനോ ഹനുമാൻ സ്വാമിയോ സുഗ്രീവനോ ആരും ചെന്നില്ല. താര അങ്ങനെ ചെന്നു. അതും വാൽമീകി രാമായണത്തിൽ പറയുന്നത് അരഞ്ഞാണൊക്കെ അങ്ങനെ കിഴിഞ്ഞ് വീഴാറായിട്ടുണ്ട് അത്രേ. അവർ പ്രത്യേക ഭാവത്തിലൊക്കെ ചെല്ലണത്. സ്ത്രീകളുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടരുത് എന്നുള്ളൊരു സംസ്കാരമുണ്ട് പണ്ട്. അവരുടെ മുഖത്ത് നോക്കി വർത്തമാനം പറയരുത്. അതും കുറച്ച് ശരീരമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് മുഖത്ത് നോക്കി സംസാരിക്കരുത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഇന്നത്തെ മാനേജ്മെന്റ് അങ്ങനെയാണ് വന്നത്. ഇന്നിപ്പോ ഈ നിങ്ങൾക്ക് കാണാം പല കമ്പനികളിലുണ്ടല്ലോ കസ്റ്റമർ കെയറിൽ ഈ പെമ്പിള്ളേരെ പിടിച്ചിരുത്തുന്നത് അതുകൊണ്ടാണ്. ദേഷ്യപ്പെട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ സാർ, എല്ലാം കഴിഞ്ഞു, ഒരു വിഷമവും ഇല്ല. പിന്നെ ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമില്ല, ആ പ്രശ്നമില്ല, ഈ പ്രശ്നമില്ല, എല്ലാ കഷ്ടങ്ങളും കെയറായി കഴിഞ്ഞു. അപ്പൊ ഈ പെമ്പിള്ളേരെ വെക്കുന്നതിന്റെ ഉദ്ദേശിച്ചതാണ്. പെട്ടെന്ന് കോപം കൊണ്ട് വരുന്ന ഒരാളെ ഇന്നിപ്പോ ആ മാനേജ്മെന്റും തെറ്റിക്കഴിഞ്ഞു. കാരണം ഇന്നിപ്പോ അത് കേട്ട് 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 അതും നിങ്ങൾ നോക്കൂ, അനൗൺസ്മെന്റുകളൊക്കെ ചെയ്യുന്നത് മിക്കവാറും പെമ്പിള്ളേരെ കൊണ്ടാണ്. ട്രെയിനിലൊക്കെ ട്രെയിൻ ടിക്ക് അനൗൺസ്മെന്റ് അത് പിന്നെ കേട്ട് 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 നമുക്ക് കേട്ട് കേട്ട് ഇപ്പം അതും ബോറടിക്കാൻ തുടങ്ങിയിരിക്കണം. അതുപോലെ ഏത് കസ്റ്റമർ കെയറിൽ നിങ്ങൾ നോക്കൂ, ആണുങ്ങളും പെണ്ണുങ്ങളാണെങ്കിൽ നമ്മുടെ പെരുമാറ്റം എത്രയും വ്യത്യാസം വരും. പെൺകുട്ടികളെയാണ് വെച്ചതെങ്കിൽ നമ്മൾ ഇത്തിരി കാമായി സോഫ്റ്റായിട്ട് ചോദിക്കും, നമുക്ക് എന്താ ഈ ട്രെയിൻ വരാത്തത് എന്ന്. അത് പുറപ്പെട്ടിട്ടേ ഇല്ല എന്ന്. നമുക്ക് വളരെ ശാന്തി. നേരെ മറിച്ച് അവിടെ ഒരാണാണ് ഒരുത്തന്നെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊന്ന് അനൗൺസ് ചെയ്തൂടെ, എത്ര മണിക്കൂറാണ് ഇവിടെ ഇരിക്കണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2 ചാട്ടം അങ്ങോട്ട് ചാടും. അപ്പൊ അതുകൊണ്ട് ബോധമുള്ളവരൊന്നും കസ്റ്റമർ കെയറിൽ ആണുങ്ങളായിട്ടിരിക്കില്ല, അല്ല പെമ്പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തും. ഇതുപോലെ താരയാണ് പറഞ്ഞയക്കുന്നത്. താര ഡ്രസ്സൊക്കെ ഒന്നാക്കി പുഞ്ചിരിച്ച്, എല്ലാ വിവേകവുമുള്ള ഭവാൻ, ധർമാധർമ്മങ്ങൾ അറിയുന്ന ഭവാൻ അടിയങ്ങളോട് കോപിക്കരുതേ എന്ന് പറയണം. ആദ്യം കോപം ശാന്തമാക്കണേ, വിവേകമില്ലാത്ത ഞങ്ങൾ വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പ് തരണേ. ശരിയാണ്. ലക്ഷ്മണനോട് പറയുന്നു, സുഗ്രീവൻ മിത്രത്തിന് ചെയ്യേണ്ടുന്ന നന്ദി, മിത്രത്തിന് ചെയ്യേണ്ടുന്ന ഉപകാരം അല്പൊന്നും ഒന്ന് വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് തരണം. ഇത്രയും കാലം ഭാര്യയെയും രാജ്യത്തെയും വിട്ടുപിരിഞ്ഞതിലുള്ള ആ ദുഃഖം കൊണ്ട് അതെല്ലാം മറന്ന് ആനന്ദത്തിൽ കുറച്ച് സുഖത്തിൽ അങ്ങനെ ആറാടിയത് കൊണ്ടാണ് അവൻ ഇത്തിരി മന്ദബുദ്ധി വന്നത്. ക്ഷമിക്കണം, അടിയങ്ങളോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ലക്ഷ്മണൻ ഒന്ന് ശാന്തനായി കഴിഞ്ഞു. പിന്നീട് ഹനുമാൻ സ്വാമി വന്നിട്ട് പറഞ്ഞു, സ്വാമിയെ കാണാൻ പോവാന്ന്. അപ്പോഴേക്കും ഇയാൾ മുഖത്തൊക്കെ നല്ല വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ട്. കാരണം ഉള്ളൊക്കെ ആകെ ഒരു ബോധമില്ലാത്തില്ലാണ്. പ്രഭു, ഞങ്ങളോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ചെറിയൊരു അമാന്തം ഞങ്ങളുടെ കയ്യിൽ വന്നു, ക്ഷമിക്കണം, എത്രയും വേഗം സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കുന്നുണ്ട്, ഇനി അല്പം പോലും വൈകുന്നതല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ശ്രീരാമസ്വാമിയുടെ ഒരു ദൂത് പറയാൻ വേണ്ടി വന്നതാണ്. എന്താ ദൂത്? ബാലിയെ കൊന്ന അമ്പ് ഇപ്പോഴും ആവനാഴിയിൽ കിടക്കുന്നുണ്ട് എന്ന് രാമൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് ചാടി എണീറ്റില്ലേ, ഇപ്പൊ ശരിയാക്കി തരാതല്ലേ. ആകെ മാറി സുഗ്രീവന്റെ മട്ടും ഭാവമൊക്കെ. എവിടെ മഞ്ചലൊരുക്കുമെന്നു? എങ്ങോട്ടാ? ഇപ്പൊ രാമനെ പോയി കാണണം. ഉടനെ തന്നെ ഓർഡറുകൾ ഇറക്കി, 4 ദിക്കിലേക്ക് സൈന്യങ്ങൾ പോകൂ, വരാൻ പറയൂ സൈന്യങ്ങളോടൊക്കെ, ഇനി എത്രയും വേഗം സീതാന്വേഷണത്തിന് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സുഗ്രീവൻ ജാഗരൂകനായി. മഞ്ചലിരുന്നു. ലക്ഷ്മണനും സുഗ്രീവനും ഇരുന്നു. കൊണ്ടുപോവുകയാണ് പ്രസ്രവണത്തിലേക്ക്, ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക്. അടുത്ത് എന്നതും പാദത്തിൽ വീണ്, കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു, അടിയന്റെ അപരാധം ക്ഷമിക്കണം. ഞാൻ ഇത്രയും കാലം ഭാര്യയോടും അതുപോലെ തന്നെ മദ്യത്തിനോടും ആസക്തനായി ജീവിച്ചുപോയി.
അവിടുത്തെ കാര്യം മറന്നിട്ടില്ല. ഉപകാരം ഒരിക്കലും മറക്കില്ല. ഉപകാരസ്മരണ മറക്കുന്നതിനേക്കാൾ പാപം വേറെയില്ല. ഇവിടെ ചില ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മിത്രത്തോട് നന്ദികേട് കാണിക്കുന്നത് വലിയൊരു പാപമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വാക്കിൽ നിന്ന് പിന്മാറില്ല. അടിയനറിയാം, ഇത്രയും കാലം ഞാൻ ഭാര്യയെ വിട്ടിരുന്നുള്ള ദുഃഖം അങ്ങും ഇത് അനുഭവിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എത്രയും വേഗം സീതാന്വേഷണത്തിന് വേണ്ടി സൈന്യങ്ങളെ അടിയൻ ഒരുക്കുന്നുണ്ട്, അങ്ങത് കാണണം എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാരോട് ഒരു കോടിക്കണക്കിന് സൈന്യങ്ങളോടാണ് വരാൻ പറഞ്ഞത്.